ഇപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് CAA-ക്കെതിരായിട്ട് 2019 എടുത്തത് 835 കേസാണ്. 8/8/2023 ഇപ്പൊ തൊട്ട് മുമ്പ് തന്നിരിക്കുന്ന 5 മാസം മുമ്പ് തന്ന കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആകെ 63 കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് NOC കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലുള്ളത് 835 കേസുണ്ട്. അത് AP അനിൽകുമാറിന് കൊടുത്ത മറുപടിയാണ് നിയമസഭയിൽ. 573 കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് PTA റഹീമിന് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ അംഗത്തിന് തന്നെ 573 കേസുകളിൽ ചാർജ് ഷീറ്റ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് കേസുകളൊക്കെ ഇല്ലാതായാൽ, കേസുകൾ ആവിയായി പോയാൽ, കേസെല്ലാം കൂടി കുറേ കേസ് ഇല്ലാതായത് ഈ പാവപ്പെട്ടവനെയൊക്കെ ശിക്ഷിച്ചു, ഫൈൻ അടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ അടിപ്പിച്ചത്. അപ്പോൾ 2019 CAA-ക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് 835 കേസാണ്. അതിൽ ആക്രമണ സ്വഭാവമുള്ള 102 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും 733 കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് 69 കേസ് മാത്രം പിൻവലിച്ച് BJPക്ക് കൂട്ടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് പിൻവലിക്കാതിരുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ്? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ CPM-ന് കിട്ടിയത്. ആ സീറ്റ് കൂടി ഉറപ്പായി പോകുമെന്നും അത് KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നും മനസ്സിലായതിനെ തുടർന്നാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ല തീരുമാനിക്കണം. AKG സെൻറ്ററിലാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല ഇവിടെ. ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി, നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. SFI-ക്കാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട്? സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പൂർണ്ണമായ മൗനമായിരുന്നു. മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി, വാ തുറന്നിട്ടില്ല. എത്രയോ ദിവസം കേരളം മുഴുവൻ തേങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള ഈ CPM നേതാവ് കൂടിയായ മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പം കാണിച്ച തോന്നിവാസം കണ്ടില്ലേ? കേരള സർവകലാശാല കലോത്സവത്തിൽ 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ ആത്മഹത്യ ചെയ്ത സംഭവം. ആരാണ് ഇവരെ അയച്ചുവിട്ടിരിക്കുന്നത്? എന്ത് അക്രമവും കാണിക്കാൻ കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ടിട്ട് അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം CAA-യുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും CPM-നും ഇരട്ടത്താപ്പാടെന്നുള്ള കാര്യമാണ് പറയുന്നത്. പല കേസെടുക്കുകയും അതിനെതിരെ കേസ് നടപടികളുമായി മുന്നോട്ട് പോയി പിഴ അടയ്ക്കുകയും ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്ത തരത്തിലുള്ള പ്രതിഷേധക്കാരെ ആ തരത്തിൽ വേട്ടയാടിയത് BJPയെ സന്തോഷിപ്പിക്കാനാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിമർശനവും BJPക്ക് കൂട്ടുപിടിക്കുന്ന തരത്തിലാണെന്നുള്ളൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.